മൊബൈൽ വെക്കാൻ പറഞ്ഞാലൊന്നും അവൻ വെക്കത്തില്ലായിരുന്നു. പക്ഷേ നമ്മളും അതിൽ തെറ്റുകാരാണ്. നമ്മളും അതങ്ങ് ശീലമാക്കി കൊടുത്തെന്നുള്ളതാണ്. അതങ്ങ് സമ്മതിച്ച് കൊടുക്കുമായിരുന്നു. വഴക്കിടുമ്പോഴും ഒക്കെ അങ്ങ് മൊബൈൽ കയ്യിൽ കൊടുത്ത് കരയണ്ട മോൻ കരയണ്ട എന്നാൽ മൊബൈൽ തരാം പോട്ടെ, അല്ലെങ്കിൽ കുറച്ച് നേരം തരത്തില്ലെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ കണ്ടങ്ങ് പ്രശ്നം അങ്ങ് വഷളായെന്ന് തന്നെ പറയാം. അത് ഈ ഒരു രീതിയിൽ എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ പറയും, വലിയ മോട്ടിവേഷൻ ഒന്നും തരാൻ പറ്റിയ ഒരു ആളൊന്നും അല്ല. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാമല്ലോ. അപ്പോൾ അത് പല അനുഭവങ്ങളും പങ്കുവെക്കുമ്പോഴായിരിക്കും പല അമ്മമാർക്കും ഞങ്ങളും ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അതിലെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് അത് ചെയ്യാതിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം കൂടുതൽ കാര്യങ്ങളെന്ന് വെച്ചാൽ കൂടുതൽ പ്രൊഫഷണലായിട്ട് സംസാരിക്കാനോ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാനൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ എനിക്ക് തോന്നി നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാം എന്ന് എനിക്ക് തോന്നി. ഷെയർ ചെയ്താൽ കുറച്ച് പേർക്കെങ്കിലും ഉപകാരമാവുമെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുക. അപ്പം കുഞ്ഞിൻ്റെ ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ ഞാൻ ഇങ്ങനെ എപ്പോഴും വിചാരിക്കുമായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കരുത്. കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുത്താൽ എപ്പോഴും ഇങ്ങനെ കണ്ണ് പ്രശ്നം ഉണ്ടാവും, അവരുടെ ഓട്ടിസം അങ്ങനെയൊക്കെയുള്ള ഇത് വരും, അങ്ങനെയൊക്കെ നേരത്തെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല. അല്ലാതെ ജന്മന തന്നെ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയുള്ള കുഞ്ഞുങ്ങളും ഉണ്ട്. അതല്ലാതെ മൊബൈലിൽ കണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ സ്വഭാവം പോലും വേറെ ആയി പോകുന്ന അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ച് കുഞ്ഞിന് മൊബൈൽ കൊടുക്കരുത്, എന്തായാലും ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അതിന് മൊബൈൽ കൊടുക്കുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ കാണുന്ന അമ്മമാരോടും പറയും, ഇപ്പോൾ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിലുള്ള അമ്മമാരൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളുള്ള അമ്മമാരുണ്ടെങ്കിൽ മൊബൈൽ കൊടുക്കുന്ന കാണുമ്പോൾ നമ്മൾ പറയും, മൊബൈൽ ഇങ്ങനെ കൊടുക്കല്ലേ, അതിൻ്റെ കണ്ണിന് കേടാ, ഇങ്ങനെ കൊടുക്കല്ലേ. അപ്പോൾ അവർ പറയും, നമ്മൾ കൊടുക്കുന്നതല്ല, അത് കരഞ്ഞ് എന്തോ ചെയ്യാനാണ്, കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പറയും. ഞാൻ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, എന്തിങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റാത്തത്, തരത്തില്ലെന്നങ്ങ് പറയണം, കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞോട്ടെ, അത്രയേ ഉള്ളല്ലോ. പക്ഷെ നമ്മുടെ സ്വന്തം ജീവിതത്തിലോട്ട് അത് വന്നപ്പോൾ നമ്മുടെ സ്വന്തം കാര്യം, നമ്മുടെ സ്വന്തം കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ ഫോൺ കൊടുക്കരുതെന്ന് തന്നെ നിർബന്ധമുള്ള ഒരു അമ്മയായിരുന്നു ഞാൻ. പക്ഷേ അതെനിക്ക് നിവൃത്തിയില്ലാതായിപ്പോയി. അങ്ങനെയാണല്ലോ ഓരോ അമ്മമാരും എന്ന് ഞാൻ അന്നേരം വിചാരിച്ചു. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മയില്ല. അപ്പോൾ അമ്മയില്ലാത്തപ്പോൾ അറിയാമല്ലോ, നമ്മളൊരു വീട്ടിലെ കാര്യങ്ങൾ ഫുള്ളും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പൊടിക്കുഞ്ഞിനെ ഇട്ടുകൊണ്ട് ഒരു വീട്ടിലെ ജോലികളും ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്യുമ്പോഴുള്ളത് നമ്മുടെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകണം, ഹസ്ബൻഡ് ഫാദർ വീട്ടിലുണ്ട്. അപ്പോൾ അവരൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരെ. അപ്പം എത്രയ്ക്കാണെന്നുള്ള അവർ വരുമ്പോഴുള്ള സമയത്തെ കുഞ്ഞിനെ നോക്കാനുള്ള ആ ഒരു ഇത്, പിന്നെ ബാക്കിയുള്ള സമയത്ത് നമ്മുടെ വീട്ടിലെ ജോലികളെല്ലാം നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുക, മാനേജ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ തന്നെ ചെയ്ത് തെറ്റെന്ന് പറയാൻ എനിക്ക് ഇപ്പോഴും തെറ്റാൻ തോന്നുന്നില്ല. പിന്നെ ഞാൻ എന്തോ ചെയ്യുമായിരുന്നെന്ന് ഞാൻ ആലോചിക്കും. കുഞ്ഞിനെ അടുക്കളയിലൊക്കെ കൊണ്ട് കിടത്തിയിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തിരിഞ്ഞൊരു 10 വട്ടം നോക്കി, കുഞ്ഞോടെ കിടപ്പുണ്ട്, കുഞ്ഞ് കിടക്കുന്ന പ്രായത്തിൽ നമുക്ക് അങ്ങനൊരു സമാധാനമുണ്ട്, എങ്ങും പോകത്തില്ല. എന്നാലും ഉറുമ്പ് എന്തെങ്കിലുമൊക്കെ താഴെയാണേലും താഴെ കിടക്കുമല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഇതുണ്ടോ, നമ്മളിങ്ങനെ ഒരു കുഞ്ഞിനിങ്ങനെ നോക്കി നമുക്ക് അന്നേരം ടെൻഷനാണ്. നമുക്ക് തിരിഞ്ഞ് ജോലി ചെയ്താൽ നമുക്ക് സമാധാനമില്ല. അങ്ങനെ കുറച്ച് പ്രായം കഴിഞ്ഞ് വന്നപ്പം അവൻ എഴുതാനും ഒക്കെ തുടങ്ങിയപ്പോൾ എന്തുവാ, പിടിച്ചിരുത്താനുള്ള ഒരു മെത്തേഡാക്കി മാറ്റുമായിരുന്നു. നമ്മൾ ഈ ഒരു ഫോണ് മൊബൈൽ കയ്യിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് നേരം കുഞ്ഞ് അതിലോട്ട് നോക്കിയിരിക്കുമല്ലോ. ഒത്തിരി നേരം കൊടുക്കണ്ട, ഒത്തിരി നേരം കൊടുത്തു കഴിയുമ്പോൾ കണ്ണിനൊക്കെ പ്രശ്നമല്ലേ. ആ കുറച്ച് നേരം എന്നുള്ളത് സമയം നീണ്ടു പോയത് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിപ്പോയത്. എന്ന് വെച്ചാൽ കുഞ്ഞ് വലുതായിക്കൊണ്ടിരിക്കുക, നമുക്ക് അവൻ്റെ ആ ഫോൺ കൊടുത്തത് അപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ആ മൊബൈലിൻ്റെ സ്ക്രീൻ ടൈമും കൂടി എന്ന് പറയാം. അങ്ങനെ മൊബൈൽ കണ്ട് അംഗനവാടിയിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് ഞാൻ തീരുമാനമെടുത്ത് ഇനി മൊബൈൽ കൊടുക്കണ്ട. കൂടുതൽ അവനെ ടി വി വെച്ച് കൊടുത്താൽ പോലും ടി വി കാണണ്ട, അവന് ടി വി വേണ്ട, മൊബൈൽ. അപ്പോൾ ഞാനിങ്ങനെ മൊബൈൽ നമ്മൾ വാങ്ങിക്കാൻ നേരത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര അലറുക, പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെ
എന്തോ എറിയുക, മൊബൈൽ എറിയുക എന്നല്ല, എന്തെങ്കിലും സാധനങ്ങൾ കയ്യിരിക്കുന്ന എറിയുക, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ എനിക്കൊന്ന് പേടി, അയ്യോ നമ്മൾ ടി വി കണ്ടതുപോലെ അല്ലെങ്കിൽ ന്യൂസിനകത്ത് കേട്ടതുപോലെ അങ്ങനത്തെയൊക്കെ ഇഷ്യൂ ആണോ, എന്തോ പ്രശ്നം, അങ്ങനത്തെയൊക്കെ ഭയങ്കര ഒരു പേടി എനിക്ക് ആയി തുടങ്ങി. അന്നേരം പിന്നെ പെട്ടെന്നൊരു ദിവസം ഞാൻ തീരുമാനമെടുത്ത് മൊബൈൽ കൊടുക്കണ്ട, ഇനി തൊട്ട് കൊടുക്കണ്ട, അങ്ങനൊരു തീരുമാനമെടുത്ത്. അപ്പം പെട്ടെന്നൊരു ദിവസം അവൻ ഇതുപോലെ അംഗനവാടി പോയിട്ട് വന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, മൊബൈൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. തരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ കരഞ്ഞു പോയി, ഞാൻ പേടിച്ചു പോയി. ഇനി എൻ്റെ അനുഭവത്തിൽ കൂടെ വന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. ഞാൻ പേടിച്ചു, എന്തോ എൻ്റെ കുഞ്ഞിന് എന്തോ പറ്റി. അതെന്ന് വെച്ചാൽ അവൻ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് അലറുക, കരച്ചിൽ നിർത്തുന്നില്ല. നമ്മൾ ഏതൊക്കെ സ്നേഹത്തോടെ പറഞ്ഞു നോക്കി, ദേഷ്യത്തോടെ പറഞ്ഞു നോക്കി, വടിയെടുത്ത് നോക്കി, അടിച്ചു വരാൻ സത്യം പറഞ്ഞ് നോക്കി. അവന് ഒരു തരത്തിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ഞാൻ മൊബൈൽ പിന്നെ മൊബൈൽ കൊടുത്തിട്ട് പിന്നെ ഞാൻ അടുത്ത വഴി ആലോചിച്ച്, ഇനി ഇതെന്തായാലും മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇത്രയും ഇഷ്യൂ ആയ സ്ഥിതിക്ക് ഇനി ഞാനിങ്ങനെ മൊബൈൽ ഇവനിങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഇനി കുറച്ച് അവിടെ കഴിഞ്ഞ് എനിക്ക് ഈ മൊബൈൽ ഇനി വാങ്ങിക്കാനേ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇവൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഞാൻ അതിനുള്ള വഴി നോക്കി സത്യം പറഞ്ഞാൽ കുറേ ഗൂഗിൾ സെർച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ട് ഞാൻ പിന്നെന്തോ ചെയ്യുന്നത്, പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ രാവിലെ അംഗനവാടി പോകുന്ന സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു മൊബൈൽ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം, അപ്പോൾ സമയം നോക്കാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും ഇത് ഞാൻ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കിനും മൊബൈൽ എനിക്ക് തരണം. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമായിരിക്കുമല്ലോ, ഞാൻ ഈ ജോലി ചെയ്തിട്ട് വരുമ്പോഴത്തേക്കിനും എനിക്ക് ആ മൊബൈൽ തരണം. അപ്പം അത് കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ല, ആ ജോലി എനിക്ക് കുറച്ച് സമയം എടുക്കും. പക്ഷേ ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ആ പറഞ്ഞ ജോലി ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വന്ന് മൊബൈൽ മേടിക്കും. മൊബൈൽ പെട്ടെന്ന് മേടിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ആ ജോലി കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തീരാറാവുമ്പോഴത്തേക്കും ഞാനിങ്ങനെ വിളിച്ചു പറയും, ഇപ്പം തീരുവേ മൊബൈൽ തരണേ, മൊബൈൽ തരണേ. അങ്ങനെ പറഞ്ഞു തരാം കഴിയുമ്പോൾ വന്നോ തരാം, അങ്ങനെ പറഞ്ഞ് നമ്മളത് കഴിയുമ്പോൾ ചെന്ന് മേടിക്കും. വിഷയമില്ല, പ്രശ്നമില്ല. അങ്ങനെ ഒരു 1 വീക്ക് എടുത്ത് കാണും. ഏകദേശം ഒരാഴ്ച എടുത്ത് ഞാനിങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ സമയം കുറച്ച് കൊണ്ടുവന്നു. വലിയ ജോലികൾ ചെയ്ത് ഞാൻ ചെറിയ ജോലികൾ ചെയ്ത് അതിനുള്ളിൽ തരണമെന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ച് പിന്നെ സത്യം പറഞ്ഞാൽ പിന്നെ മൊബൈൽ ഒട്ടും കൊടുക്കാതായി. ഞാൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ മൊബൈൽ ഞാൻ മേടിച്ച് അവൻ പഴയ പോലത്തെ പ്രശ്നങ്ങളൊന്നും, അലറിക്കറിയുക, കൂവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മൊബൈൽ എനിക്ക് സിമ്പിളായിട്ട് ചോദിച്ചപ്പം മൊബൈൽ തരാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ എന്തൊക്കെ ഞാൻ പ്രതീക്ഷിച്ച് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളൊരു പേടിയായിരുന്നു. എന്ന് വെച്ചാൽ അതിന് മുന്നേ ഉള്ള സമയത്തൊക്കെ നമ്മൾ മൊബൈൽ ചോദിക്കുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിൽ നമ്മൾ കൊടുക്കുമായിരുന്നു. ഒട്ടും കൊടുക്കാതിരിക്കാൻ പോവുക എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്തുവാ, അപ്പം ഞാൻ പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അത് എനിക്ക് മൊബൈൽ തരണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അങ്ങനെ ഒന്ന് പറഞ്ഞെങ്കിലും പിന്നെ അവൻ്റെ ശ്രദ്ധ അങ്ങ് മാറിയിട്ട് പിന്നെ കളിക്കാനും അങ്ങനെ ഞാൻ അവൻ്റെ മൊബൈൽ പൂർണ്ണമായിട്ട് ഞാൻ അങ്ങനെ നിർത്തിയത്. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു, കണ്ണിന് ഇത്രയും നാളിങ്ങനെ മൊബൈൽ കണ്ട് കണ്ണിന് അങ്ങനെ വല്ല വിഷയം വരുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ കണ്ണിന് കുറച്ച് ദിവസം കൊണ്ട് കുഞ്ഞ് വൈകുന്നേരം സന്ധ്യയൊക്കെ ആയി കഴിയുമ്പോൾ കണ്ണെല്ലാം കൂടെ ചുമന്ന് വന്നിട്ട് കണ്ണിന് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് വരിക. ഞാൻ സത്യം പറഞ്ഞ ഓർക്ക് ഇപ്പം അങ്ങനെ മൊബൈൽ അങ്ങനെ കാണുന്നൊന്നുമില്ല. അഥവാ നമ്മളെങ്ങാണോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ വന്ന് കുറച്ച് നോക്കി നിൽക്കും, പോവും. അങ്ങനെ വേണമെന്നില്ല. ടി വി കാർട്ടൂൺ കാണും, ദൂരെ ഇരുന്ന് കാണും, കുറച്ച് നേരം കാണും, അല്ലാതെ അത് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ഇരുന്ന് കാണും. അപ്പം ഞാനിങ്ങനെ ഓർത്ത് ഇനി അതിൻ്റെ വല്ല പ്രശ്നം, അന്നത്തെ പ്രശ്നമാണോ ഇവനിപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയപ്പോഴത്തേക്കിനും അവന് അലർജിയുടെ ഇഷ്യൂ കൊണ്ട് കണ്ണിനകത്തെല്ലാം കുരുക്കളാണ്. അപ്പം മരുന്നൊക്കെ തന്നിട്ടുണ്ട് ഒഴിക്കാൻ. അങ്ങനെ ആ ഒരു സമാധാനത്തിൽ പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അന്നേരം കണ്ടതിൻ്റെ വല്ലതും കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വല്ല ഇത് വന്നതാണോ അങ്ങനെയൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും പേടിക്കാനൊന്നുമില്ല, അങ്ങനെ സംഭവമില്ല. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് സ്ക്രീൻ ടൈം കൂടുമ്പോഴും ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടാകും. പക്ഷേ കുഞ്ഞിന് അലർജിയാണ്. എന്ന് വെച്ചാൽ കുഞ്ഞിന് അലർജിയുടെ ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ കുഞ്ഞിന് അലർജിയാണ്. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞ് സ്ക്രീൻ ടൈമും കൂടുതലുള്ള മൊബൈൽ കൂടുതൽ കൊടുക്കുന്ന കുഞ്ഞിന് ഇങ്ങനെ കണ്ണിൽ കുരുക്കൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ഓർത്ത് എന്തായാലും നമുക്കത് വന്നില്ല, വരാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു, അന്നേരമെങ്കിലും നിർത്തിയത് കൊണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇതുപോലെ എന്നെപ്പോലെ കുറേ അമ്മമാരുണ്ടായിരിക്കും ഇങ്ങനെ എങ്ങനെ ഇത് നിർത്തണമെന്നറിയത്തില്ല, കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. അഥവാ ഇത് കൊടുത്താൽ കണ്ണിന് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും. അറിയാം, ഇപ്പം എല്ലാവർക്കും അറിയാം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാവും കണ്ണിനാണേലും, അവർക്ക് പിള്ളേർക്കാണെങ്കിൽ സ്വഭാവത്തിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോഴത്തെ അമ്മമാർക്കെല്ലാം അറിയാം. എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഈ ഒരു കാര്യം ഞാൻ പറയാനായിരുന്നു. അപ്പോൾ ആർക്കും അങ്ങനത്തെ അവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, നമ്മൾ ന്യൂസിലൊക്കെ കാണുന്ന പോലെ അല്ലേ, അങ്ങനത്തെ അവസ്ഥകളൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളുമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. എനിക്ക് വന്നൊരു അനുഭവം, ഞാനത് സ്റ്റോപ്പ് ചെയ്തതും അല്ലെങ്കിൽ ഞാൻ പേടിച്ചതും ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്നുള്ളൂ. എൻ്റെ ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ചേട്ടാ.